ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പാനി ശരത്. നമുക്കറിയാം, അപ്പാനി ശരത് നിരവധി സിനിമകളിലൂടെ, വെളിപാടിന്റെ പുസ്തകം അല്ലെങ്കിൽ അങ്കമാലി ഡയറീസ്, അത്തരത്തിലുള്ള സിനിമകളിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ ലോകമെമ്പാടും ആരാധകരുള്ള ഒരു താരം തന്നെയാണ് അപ്പാനി ശരത്. എന്നാൽ അപ്പാനി ശരത് ബിഗ് ബോസിൽ പോയതോടുകൂടി ചില തിരിച്ചടികൾ അപ്പാനി ശരത്തിന് ലഭിക്കുകയായിരുന്നു. അതേ, അപ്പാനി ശരത്തിന്റെ കുടുംബം പോലും തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അപ്പാനി ശരത്തിന്റെ കുടുംബം തകരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് അനുമോൾ ആരാധകർ, ലോകമെമ്പാടുമുള്ള അനുമോൾ ആരാധകർ അടക്കം പറയുന്നത്. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ചില ഞെട്ടിക്കുന്ന വീഡിയോ ക്ലിപ്പിങ്ങുകൾ, ഒളിക്യാമറകൾ, അപ്പാനി ശരത്തും ബിൻസിയുമായി ബന്ധപ്പെട്ട ചില കോൺട്രവേഴ്സികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ബിഗ് ബോസിൽ പോയതിനു ശേഷം നിരവധി കോൺട്രവേഴ്സികൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടു. അപ്പാനിയും ബിൻസിയും പറ്റി ആദ്യമായി ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മറ്റാരുമായിരുന്നില്ല, നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട അനുമോൾ തന്നെയായിരുന്നു. ഇപ്പോഴിതാ അനുമോൾ പറഞ്ഞത് സത്യമായിരിക്കുന്നു. അനുമോളുടെ ദീർഘവീക്ഷണം, അനുമോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പടിപടിയായി ശരിയായി വരുന്നു എന്നാണ് അനുമോളുടെ ആരാധകരും ഒപ്പം തന്നെ അനുമോളെ നെഞ്ചിലേറ്റിയ അനുമോൾ സപ്പോർട്ടേഴ്സായ യൂട്യൂബേഴ്സ് അടക്കം പറയുന്നത്. സന്തോഷം, സമാധാനം, സുഖം, ഒരു മനസുഖം, അനുവിന്റെ കണ്ണുനീർ തമ്പുരാൻ കണ്ടു, അങ്ങനെയുള്ള നിരവധി കമന്റുകൾ. അപ്പാനിയുടെ തെണ്ടിത്തരത്തിന് കിട്ടിയ അടി, പുറത്തിങ്ങനെയെങ്കിൽ റൂമിൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അനുമോളുടെ ആരാധകർ സന്തോഷ പുളകിതരായി ആറാടിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ എന്താണ് വാസ്തവത്തിൽ ഉണ്ടായത്? നിരവധി റിയാക്ഷൻ വീഡിയോ നമ്മൾ കണ്ടെങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. വലിയൊരു വിഭാഗം ആളുകൾ ബിൻസിയോടും അപ്പാനിയോടും ഈ ഒരു വിഷയത്തിൽ എതിർത്ത് നിൽക്കുമ്പോഴും ചില ആളുകളെങ്കിലും അപ്പാനിക്ക് വേണ്ടി അല്ലെങ്കിൽ ബിൻസിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ എതിർക്കുന്നവർക്കെതിരെ നിലകൊള്ളുന്നതായി കാണാൻ സാധിച്ചു. പെട്ടെന്നുള്ളൊരു വിവാഹമോചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പാനി ശരത്തിന്റെ ഭാര്യ ഈ ഒരു വീഡിയോ ദയവായി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം എന്താണ് സംഭവിച്ചെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. RJ ബിൻസി പറഞ്ഞ ആദ്യത്തെ ചില സ്റ്റേറ്റ്മെന്റിൽ കണ്ടതിന് ശേഷം എന്താണ് സംഭവിച്ചെന്ന് വളരെ വ്യക്തമായി, ഇതിന്റെ ആ ഒരു ട്വിസ്റ്റ്, എവിടെയാണ് പിഴവ് പറ്റിയത്, ആർക്കാണ് പിഴവ് പറ്റിയത്, വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. അത് എന്നോട് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, അപ്പാനി എനിക്ക് എന്റെ ചാച്ചനെ പോലെയാണ്. ചാച്ചൻ എന്ന് പറഞ്ഞാൽ ബ്രദർ ഓർ ഫാദർ, നമ്മൾ ഭയങ്കര കൂൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു. അതെ, വളരെ വ്യക്തമായി RJ ബിൻസിയുടെ പറയുന്നത് തന്റെ ചാച്ചനെ പോലെ, അപ്പാനി ശരത് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ, ഈ ഒരു പ്രമുഖ താരം തന്റെ ചാച്ചനെ പോലെ തനിക്ക് കെയർ തരുന്ന ഒരു കെയർ ഏട്ടായിയെ പോലെ അല്ലെങ്കിൽ തന്റെ ചാച്ചനെ പോലെ തന്നെ കെയർ തരുന്ന ഒരു പഹയനാണെന്നാണ് വളരെ വ്യക്തമായി പറയുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? ബിഗ് ബോസിൽ റീ എൻട്രിക്ക് പോയതിനു ശേഷം അനുമോൾക്കെതിരെ രണ്ടുപേരും പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ വെച്ചും ചില വെളിപ്പെടുത്തലുകൾ അപ്പാനി ശരത് നടത്തി. ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് വന്നിട്ടുണ്ടോ? ബിൻസി പറ. ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് മോശമായി, ഇവിടെ എല്ലാം കേൾക്കണം, ഞാൻ എപ്പോഴെങ്കിലും ബിൻസി എടുത്ത് വളരെ മോശമായിട്ടോ എന്തെങ്കിലും രീതിയിൽ അടുത്ത് വന്നിരിക്കുകയോ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ബിൻസിയാണ് എന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വന്നിരുന്നിട്ടുള്ളത്, സംസാരിച്ചുള്ളത്. അത് വേണ്ട അല്ലെങ്കിൽ അത് മോശമാണെന്ന് ഞാൻ ബിൻസി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് എത്രയും കേട്ടായി. നോക്കുക, അപ്പാനി ശരത് അവിടെ പറയുന്നത് ബിൻസിയെ അടുത്ത് ഒരിക്കൽ പോലും താൻ വന്നിരുന്നിട്ടില്ല, ബിൻസിയെ മോശമായി കാണാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങോട്ട് വന്നിരുന്നിട്ടില്ല, ബിൻസിയാണ് തന്റെ അടുത്ത് വന്നിരുന്നതെന്ന് അപ്പാനി ശരത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു വീഡിയോ, അതെ, ആ വീഡിയോയിൽ എന്താണ് സംഭവിച്ചത് വളരെ വ്യക്തമായി നമുക്ക് നിരീക്ഷിക്കാം. അതായത് റീ എൻട്രി കഴിഞ്ഞ് ഹോട്ടലിൽ നിന്നും പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. ഹോട്ടലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ അപ്പാനി ശരത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നു, RJ ബിൻസി ബാഗ് തുറന്ന് എന്തോ എടുക്കാൻ ശ്രമിക്കുന്നു, തൊട്ടടുത്തായി കലാഭവൻ രസിക നിൽക്കുന്നു. ഈ 3 പേർ മാത്രമാണ് ആ ഒരു ഫ്രെയിമിലുള്ളത്. അതിനിടയിൽ ഏതോ ഒരു പഹയൻ കാണിച്ച ഒരു കുൽസിതം, അതായത് അവിടെ എന്തോ നടക്കുമെന്ന് ഈ ഒരു പഹയനിക്ക് തോന്നലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു പഹയൻ, ഏതോ ഒരു കള്ള ഹിമാർ ഒപ്പിച്ചൊരു പണിയാണ്. അത് അനുമോളുടെ സംഘത്തിൽപ്പെട്ട ഏതോ ഒരു വ്യക്തിയാണോ എന്നാണ് അപ്പാനിയുടെയും ബിൻസിയുടെയും ആരാധകർ ഇപ്പോൾ സംശയിക്കുന്നത്. വീഡിയോയിൽ നിന്നും വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് RJ ബിൻസി ബാഗിൽ നിന്നും എന്തോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പാനി ശരത് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഓളുടെ ഹിപ്പിൽ, അതായത് ഓളുടെ വയറിൽ സൈഡിൽ തഴുകുന്ന കാഴ്ച, അതായത് കടന്നു പിടിക്കുന്ന കാഴ്ചയല്ല കാണാൻ സാധിക്കുന്നത്, ചെറുതായി തഴുകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കലാപൻ രസിക എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ താരം ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അവരൊന്നും അറിയുന്നില്ല, അവർക്ക് കാണാൻ സാധിക്കുന്നില്ല.
ഇവിടെ ബാക്കിൽ നിന്ന് നോക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു സീൻ കാണാൻ സാധിക്കുക. ചെറിയൊരു സീനാണ്, അത്ര വലിയ വിഷയമുള്ളൊരു സീനല്ല. എന്നാൽ അവിടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പഹയൻ നടന്നടുത്തേക്ക് വരുമ്പോൾ അപ്പാനി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടൻ തന്റെ കൈ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അപ്പാനിക്ക് വളരെ വ്യക്തമായി ആ ഒരു പിടുത്തം അത്ര പന്തിയല്ല എന്ന് ബോധ്യം അപ്പാനിക്ക് ഉണ്ടായിരിക്കുന്നു. രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു താരം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം രഞ്ജിത്തിന്റെ സ്വഭാവം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ മുമ്പിൽ വെച്ച് ചെയ്തുകൂടാ എന്നുള്ളൊരു ബോധ്യം അപ്പാനി ശരത്തിനുണ്ടാകുന്നു. കൈ പിൻവലിക്കുന്നു. ഈ ഒരു വീഡിയോ തന്നെയാണ് വിവാദങ്ങൾക്ക് ആധാരം. ഇനി നമുക്കറിയേണ്ടത് ഏതൊരു സാഹചര്യത്തിലാണ്, അതായത് ബിൻസിയുടെ അടുത്ത് പോലും അങ്ങോട്ട് പോയി ഇരിക്കാൻ താല്പര്യപ്പെടാത്ത, ബിൻസിയെ ഒന്ന് തൊടാൻ പോലും താല്പര്യപ്പെടാത്ത അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ എന്തുകൊണ്ടാണ് വയറ്റിൽ ഈ ഒരു അവസരത്തിൽ കയറി പിടിക്കാനുണ്ടായ ഒരു സാഹചര്യം. RJ ബിൻസി റീ എൻട്രിയിൽ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പുള്ള ആ 2 വീഡിയോകൾ വരട്ടെ. ബിഗ് ബോസ് എന്നെ വിളിച്ചു ഗൈസ്, ബിൻസി തിരുമ്പി വരാൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഈ വീഡിയോയിൽ ഇവിടെ വന്ന് ബിഗ് ബോസ് എന്ന് പറയുകയാണല്ലോ ഒന്നും. പക്ഷെ സത്യം പറയാലോ ഗൈസ്, ഈ ബിഗ് ബോസ് എന്നെ വിളിച്ചു എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ എന്ത് പറയും, വേറെന്ത് പറയും, നിങ്ങൾ പറഞ്ഞതാ, ഇതിന് പോലെ എന്താ പറയേണ്ടത്. ഇപ്പൊ ഞാൻ ബിഗ് ബോസിന്റെ റീ എൻട്രിക്ക് പോവാണ്. കുറെ ആളുകൾ വന്ന് കമന്റ് ഇടും വീഡിയോയിൽ എന്തായാലും ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്നതെന്ന്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ പരിപാടിയുടെ റീ എൻട്രിക്ക് അല്ലെങ്കിൽ ഫിനാലിക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? സ്റ്റാർ സിംഗറിന്റെ ഫിനാലിക്ക് പോകുന്നെന്നോ അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിന്റെ ഫിനാലിക്ക് പോകുന്നെന്നോ? എനിക്ക് ഈ പേര് പറയാതിരിക്കാൻ വേറൊരു മാർഗ്ഗമില്ലല്ലോ ഗൈസ്, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവവും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മഴക്കാലമാണ്. ആ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ കോൺവെർസേഷനിലും ആ മഴ വരത്തില്ലേ ഗൈസ്? അത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്താലും എവിടെ പോയാലും എന്ത് പറഞ്ഞാലും അതിലൊക്കെ ഈ ഒരു പേര് വന്നു പോകുന്നത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ഗൈസ്, അങ്ങനെ വിചാരിക്കും. ഇപ്പൊ എന്തായാലും എല്ലാവരുടെയും ചോദ്യത്തിനൊരു ക്ലാരിറ്റി ഉണ്ടായില്ലേ? നമ്മുടെ ഫിനാലെ 9-ാം തീയതിയാണ്. ഞങ്ങള് ഒരാഴ്ച ഫുൾ അവിടെ കാണും. ചെന്നൈയിൽ തകർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഓള് പരാമർശിക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ പ്രധാനം. ഓള് ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ്, എനിക്ക് തോന്നുന്നത് ഇതേ ഡ്രസ്സ് ഇട്ടാണ് റീ എൻട്രിക്ക് ശേഷം ഓള് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അതായത് ഓള് പോകുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല, അതിനുശേഷം ഓള് ഫ്ലൈറ്റിൽ പോകുന്നു, അപ്പോഴുള്ളൊരു വീഡിയോ അതും കൂടെ വരട്ടെ. ബിഗ് ബോസിന്റെ റീ എൻട്രിക്ക് പോണ വ്ളോഗാണ് കേട്ടോ ഇത്. രാവിലെ എയർപോർട്ടിൽ വന്നപ്പോൾ ഇതായിരുന്ന അവസ്ഥ. ചാച്ചനെയും അമ്മേനെയും നീലക്കുയിലും മഞ്ഞക്കുയിലൊക്കെ വളഞ്ഞു ഗൈസ്. പിന്നെ അവരോട് കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇതിനോടകം കണ്ടു കാണും. അപ്പോളേ കഥ തുടങ്ങുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. വെളുപ്പിന് നമ്മൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അങ്ങനെ എയർപോർട്ട് എത്തി. അവിടുന്ന് ചാച്ചനും അമ്മയ്ക്കും ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ നൈസായിട്ട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറി പോകുന്നത്. സോ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ശൈത്യ, സരിക, അപ്പാനി, മുൻഷി, ഞാനാണുള്ളത്. സോ ഞങ്ങൾ 6 പേരും കൂടെ പോയി. അവിടെയും പ്രശ്നങ്ങളൊന്നുമില്ല, യാതൊരു തരത്തിലുള്ള പിടുത്തങ്ങളും നടന്നിട്ടില്ല. പിന്നെ എവിടെയാണ് പിടുത്തമുണ്ടായത്? പിടുത്തമുണ്ടാവാനുള്ള സാഹചര്യം, അതായത് നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ ഓളെ ഡ്രസ്സിങ് ശ്രദ്ധിക്കുകയാണ്. ഓള് റീ എൻട്രിക്ക് ശേഷം ഹോട്ടലിലേക്ക് തിരിച്ചു വരുന്നത്, ഹോട്ടലിലുള്ള സീനാണ് നമ്മൾ കണ്ടത്. എന്നാൽ അവിടെ ഉണ്ടായ ഒരു മാറ്റം ശ്രദ്ധിക്കുക. അതായത് ആദ്യ വീഡിയോയിൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഓള് ഒരു ഇന്നർ, അതായത് ഒരു ബ്ലാക്ക് ഇന്നർ ഉള്ളിൽ ഇട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഈ പരാമർശിക്കപ്പെടുന്ന വീഡിയോയിൽ അത്തരത്തിലൊരു ഇന്നർ ഇല്ല. അതായത് ധൃതിയിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ RJ ബിൻസി ഒരുപക്ഷെ ഇന്നർ ഇടാൻ മറന്നതായിരിക്കാം. അത്തരത്തിൽ പുറത്തേക്ക് വന്ന് റിസപ്ഷനിൽ നിൽക്കുമ്പോൾ ബാഗിൽ നിന്ന് എന്തോ എടുക്കാൻ കുനിയുമ്പോഴത്തേന് ഈ പറഞ്ഞ ഓളുടെ ഹിപ്പ് കാണുകയും അത് കണ്ടൊരു കാമക്കടുവയായി മാറാൻ ശ്രമിക്കുന്ന അപ്പാനി ശരത്തിനെയാണ് കാണാൻ സാധിച്ചത്. വളരെ സൂക്ഷ്മമായി നോക്കിയ ഇത് ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. അത് അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഒരു മുഴുവൻ സമയ കാമക്കടുവയല്ല. ഇത്തരം സാഹചര്യങ്ങൾ, അതായത് പൊടുന്നനെ ഓളുടെ വയറ് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ചെറുതായി ഒന്ന് തഴി കൊടുക്കണമെന്നുള്ള മോഹം ആ ഒരു പഹയന്റെ ഉള്ളിന്റെ ഉള്ളിൽ വിരിയുന്നു. ആരും കാണാതെ അതിവിദഗ്ധമായി തഴുകുന്നു. നമുക്കറിയാം, ഇത്തരം കലാപരിപാടികൾ നടത്തുമ്പോൾ അത് തന്റെ ചാച്ചനെ പോലെ തന്നെ കെയർ ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന RJ ബിൻസിയുടെ ആ ഒരു മനസ്സിന്റെ വിശാലത നമ്മൾ കാണാതെ പോകാൻ പാടില്ല. എനിവേ, ബിൻസിയുടെ ചാച്ചൻ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ബിൻസിക്ക് പറയാനുണ്ടോ എന്നറിയാൻ വേണ്ടി ഓള ചാനൽ കയറി നോക്കി എനിക്ക് കാണാൻ സാധിച്ചത് എന്താണ്? ഈ വീഡിയോ കാണുന്നവര് എന്തായാലും ഞെട്ടും. ബിക്കോസ് ഇത്രയും മോഡേൺ ആയിട്ടുള്ള വെറൈറ്റി ഡ്രസ്സുകൾക്ക് വെറും 250 രൂപയുള്ളൂ. ആദ്യം ഞാനോർത്ത് പ്രാങ്ക് ആണെന്ന്.
പിന്നെ ഇവിടുന്ന് കുറെ ഡ്രസ്സൊക്കെ വാരിക്കൂട്ടി ലാസ്റ്റ് ബില്ല് കൊടുത്തപ്പോഴാണ് ഗൈസ് ഞാനും ഞെട്ടിപ്പോയത്. ഈ കാണുന്ന ഓറഞ്ച് ഡ്രസ്സില്ലേ, ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നില്ല, ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം. അതെ, വസ്ത്രധാരണത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ ഓള് തീരുമാനിച്ചിരിക്കുന്നു. ഓൾക്കെല്ലാം തിരിഞ്ഞിരിക്കുന്നു. അതെ, അപ്പാനി ശരത് എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ വീക്ക്നെസ് തന്നെയാണ് വയറ് കാണിക്കുക, പുക്കൾ കാണിക്കുക. അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ ഒരു കാമക്കടുവയായി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വസ്ത്രധാരണത്തിൽ ഓള് ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ പൂർണ്ണമായി അപ്പാനി ശരത്തിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. സാഹചര്യങ്ങളാണ് അപ്പാനി ശരത്തിനെ ഒരു കാമക്കടുവയാക്കി മാറ്റാൻ പ്രേരിപ്പിച്ചതെന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ അനുമോൾക്കാണ്. അനുമോളുടെ വാദങ്ങളെല്ലാം ഏറെക്കുറെ ശരിയായി വന്നിരിക്കുന്നു. അപ്പാനിയുടെ കുടുംബം അന്ന് തകരുമെന്ന് പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ ഇന്ന് അപ്പാനിയുടെ കുടുംബം തകർച്ചയുടെ വക്കിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. എന്നാൽ അപ്പാനിയുടെ ഭാര്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാണ് ഈ പഹയൻ ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഒരു മുഴുവൻ സമയ കാമക്കടുവയായി ഓനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഈ ഒരു വിഷയത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇനി കാണുന്നത്? നിങ്ങളുടെ വലിയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.